മാനന്തവാടിയിൽ നിന്ന് മയക്കുവെടി വെച്ച് പിടികൂടി എലിഫന്റ് ആംബുലൻസിൽ ബന്ദിപ്പൂർ രാമപുരയിലെ ആനക്യാമ്പിലെത്തിച്ചെങ്കിലും ഉടൻ തന്നെ തണ്ണീർ കുഴഞ്ഞു വീഴുകയായിരുന്നുവെന്ന് അധികൃതർ. എലിഫന്റ് ആംബുലൻസ് രാമപുര ക്യാമ്പിലെത്തി നിർത്തിയപ്പോൾ തന്നെ തണ്ണീർ കൊമ്പൻ കുഴഞ്ഞു വീഴുകയായിരുന്നുവെന്നും പുറത്തേക്ക് നടത്തി ഇറക്കാനായില്ലെന്നുമാണ് കർണാടക വനം വകുപ്പ് അധികൃതർ പറയുന്നത്. പിന്നീട് ആന എഴുന്നേറ്റില്ല. പിന്നീട് അല്പസമയത്തിനകം തണ്ണീർ ചരിഞ്ഞു. പെട്ടെന്നുള്ള മരണകാരണം സംബന്ധിച്ചുള്ള അന്വേഷണമാണിപ്പോൾ പുരോഗമിക്കുന്നത്. ആനയ്ക്ക് ബാഹ്യമായ പരിക്കുകളോ ആരോഗ്യ പ്രശ്നങ്ങളോ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ലെന്ന് അധികൃതർ പറയുമ്പോഴും 15 മണിക്കൂറിലധികം വെള്ളം കിട്ടാതെ കഴിഞ്ഞതിൻ്റെ അസ്വസ്ഥതകൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നിരിക്കണമെന്ന അഭിപ്രായങ്ങളും പുറത്തു വരുന്നുണ്ട്. ഉച്ചയോടെയായിരിക്കും ആനയുടെ പോസ്റ്റ്മോർട്ടം ആരംഭിക്കുക. അതിനുശേഷമായിരിക്കും യഥാർത്ഥ മരണകാരണം വ്യക്തമാകുക. പിടിച്ചുകൊണ്ടുപോയതിൻ്റെ ആശ്വാസത്തിലിരിക്കുമ്പോഴാണ് മാനന്തവാടിക്കാരെ കണ്ണീരിലാഴ്ത്തി മരണവാർത്ത എത്തുന്നത്. കൊമ്പൻ ചരിഞ്ഞുവെന്നറിഞ്ഞ് വളരെ വിഷമമായെന്നും നാട്ടിലിറങ്ങിയെങ്കിലും ആരെയും ഉപദ്രവിച്ചില്ലെന്നും ശാന്തനായിരുന്നുവെന്നും മാനന്തവാടിയിലെ നാട്ടുകാർ പറയുന്നു. വയനാട്ടിലെ DFOമാരും രാമപുരയിലെത്തിയിട്ടുണ്ട്. എലഫന്റ് സ്ക്വാഡിലെ കോർ ടീമും ക്യാമ്പിൽ തുടരുന്നുണ്ട്. കേരള കർണാടക വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലാണ് തുടർ നടപടികൾ. ആനയെ കൈമാറുന്നതുവരെ പ്രശ്നം ഉണ്ടായിരുന്നില്ലെന്നും ബാഹ്യമായ ആരോഗ്യ പ്രശ്നങ്ങളും കണ്ടിരുന്നില്ലെന്നും മയക്കുവെടിയേറ്റാൽ ഉള്ള പതിവ് ക്ഷീണം മാത്രമായിരുന്നു ഉണ്ടായിരുന്നുവെന്നുമാണ് വെറ്ററിനറി ടീം പറയുന്നത്. ശാരീരിക പ്രശ്നങ്ങളെ തുടർന്ന് ആന തീറ്റയും വെള്ളവും കൃത്യമായി എടുത്തിരുന്നില്ലെന്നും സൂചനയുണ്ട്. നിർജ്ജലീകരണം ആനയുടെ സ്ഥിതി മോശമാകാൻ കാരണമായിട്ടുണ്ടാകാമെന്നും വെറ്ററിനറി മേഖലയിലുള്ളവർ അഭിപ്രായപ്പെടുന്നുണ്ട്. മാനന്തവാടിയിലെത്തിയ ആന ഇന്നലെ രാവിലെയാണ് പുഴയിലിറങ്ങിയത്. അതിനുശേഷം ആന ജലസ്രോതസ്സുകൾ ഇല്ലാത്ത സ്ഥലത്താണ് ഉണ്ടായിരുന്നത്. 15 മണിക്കൂറോളമാണ് മതിയായ വെള്ളം കിട്ടാതെ ആന നിന്നത്. മയക്കുവെടി കൊണ്ടാൽ കൂടുതൽ നിർജ്ജലീകരണം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഇലക്ട്രോലൈറ്റ് അളവ് കുറയാമെന്നും ഇത് ഹൃദയാഘാതം ഉണ്ടാക്കുമെന്നും തുടർച്ചയായി മണ്ണുവാരി എറിഞ്ഞത് സൂചനയാണെന്നും വന്യജീവി വിദഗ്ധർ പറയുന്നു. എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷമായിരിക്കും മരണകാരണത്തിൽ സ്ഥിരീകരണമുണ്ടാകുക. അതേസമയം സംഭവങ്ങളിൽ ശക്തമായ വിമർശനവുമായാണ് കർണാടകയിലെ വന്യജീവി സംരക്ഷണ പ്രവർത്തകർ രംഗത്തെത്തിയത്. മനുഷ്യ മൃഗസംഘർഷത്തിൻ്റെ സാഹചര്യത്തിൽ മൃഗങ്ങളുടെ ജീവന് കൂടി വില നൽകുന്ന തരത്തിൽ നടപടികളെടുക്കാൻ വനം വകുപ്പുകൾക്ക് കഴിയുന്നില്ല എന്ന് കർണാടക വനം വന്യജീവി സംരക്ഷണ ബോർഡ് മുൻ അംഗവും ആക്ടിവിസ്റ്റുമായ ജോസഫ് ഹൂവർ ആരോപിച്ചു. 3 ആഴ്ചയ്ക്കകം 2 തവണ മയക്കുവെടിയേറ്റത് തണ്ണീർക്കൊമ്പൻ്റെ ആരോഗ്യത്തെ കാര്യമായി ബാധിച്ചിരിക്കാം. റേഡിയോ കോളർ അടക്കം മോണിറ്റർ ചെയ്യാനുള്ള സംവിധാനം നമ്മുടെ വനം വകുപ്പുകൾക്ക് ഇല്ലെന്നും ആനകളുടെ മരണങ്ങളിൽ വിശദമായ അന്വേഷണം വേണമെന്നും ജോസഫ് ഹൂവർ ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക് യു ടോക്ക്.